ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ജോർജറ്റിൽ വരുന്ന ക്രാക്ക് ബാട്ടിക് പാറ്റേണിൽ വരുന്ന സാരീസ് ആണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസിലാണ് സാരി വന്നിട്ടുള്ളത്. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതിൽ ഏതെങ്കിലും ഇഷ്ടമായി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക, എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പൊ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ വരുന്നത് 8304823244 ആണ്. ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലേ, നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജസ് ത്രൂ എൻക്വയറിയും പർച്ചേസ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഓരോ സാരീസ് ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പൊ ഫസ്റ്റ് സാരി ഇങ്ങനെയാ വരുന്നത്. പ്യുവർ ജോർജറ്റിൽ വരുന്ന സാരീസ് ആണ്. ഇതാ കണ്ടു, ഇങ്ങനെയാണ് കേട്ടോ. നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്പർ കൂട്ടി തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോഴാണ് നമുക്ക് അവൈലബിലിറ്റി വേഗം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്പർ 1 ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോയുടെ ഫാമിലിയിൽ വരുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയാണ്. ഇതിൽ ക്രാക്ക് ബാട്ടിക് പാറ്റേൺ ആണ് ബോഡി ഫുൾ വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനത്തെ ബോക്സിൽ ഇങ്ങനെ ക്രാക്ക് ബാട്ടിക് ആണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബോർഡേഴ്സ്, 2 ബോർഡേഴ്സിലും ഇങ്ങനെ വരും കേട്ടോ. ഇതിങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയാണ്. ആ ഒരു മെറ്റീരിയലിന്റെ ഭംഗിയാണ് ഈ സാരി ഉടുക്കുമ്പോൾ നമുക്ക് കിട്ടുക കേട്ടോ. അങ്ങനെ ഒഴുകി ബോഡി ഹഗിങ് ആയിട്ട് കിടക്കും. എല്ലാവരുടെയും ഫേവറേറ്റും ആണ്. ഇതേപോലെ പല്ലു വരുന്നത്, അതും ബാട്ടിക് പ്രിന്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. ഇങ്ങനെയാ വരുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും സാരി വെയർ ചെയ്ത് വരുമ്പോ. കണ്ടോ, ഇങ്ങനെയാ വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. ഇതില് ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും ഉടുത്ത് വരുമ്പോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1855 ആണ് കേട്ടോ. ഈ വീഡിയോയില് 2 തരത്തിൽ വരുന്ന ജോർജറ്റ് സാരീസ് ഉണ്ട്. അപ്പൊ 2 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് 1855 തന്നെയാണെന്ന് തോന്നുന്നത്. ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഈ പാറ്റേണിൽ വരുന്ന സാരീസിനൊക്കെ റേറ്റ് 1855 ആണ്, 1855. അപ്പൊ ഇന്നലെ ഇൻഡിപെൻഡൻസ് ഡേയുടെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു ഓഫറായിട്ട് ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇന്നത്തേക്ക് മാത്രമുള്ള ഒരു ഓഫറാണ് കേട്ടോ. അപ്പോ 1855 ആണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ക്രാക്ക് ബാട്ടിക് ആണ്. അപ്പൊ ഇതിലിങ്ങനെ കണ്ടോ, ഇതേപോലെ കളർ സ്മഡ്ജസ്, അതായത് ഈ ബാട്ടിക് ചെയ്യണതിന്റെ സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ അവിടെ ഇവിടെയും കാണാം. അത് തികച്ചും നോർമൽ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യും. എല്ലാത്തിലും അല്ല, ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇങ്ങനെയാ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇനി ഇതിന്റെ ഡിഫറെന്റ് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്, അത് കാണാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. ബ്ലാക്കിലാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ക്രാക്ക് ബാട്ടിക് വന്നിട്ടുള്ളത്. ഇങ്ങനെയാട്ടോ സാരി ഉടുത്ത് വരുമ്പോ ഉണ്ടാവുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് ആണ്. പ്യുവർ ജോർജറ്റില് ബാട്ടിക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. 2 സൈഡിൽ ഇതേപോലെ ബാട്ടിക് ബോർഡർ വരും. ഇതേപോലെയാ പല്ലു വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. കണ്ടോ, ഇതേപോലെ വരിക. പ്ലെയിൻ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരി. റേറ്റ് സെയിം ആണ്. നമ്പർ 2 ആണ്. ഉടുത്ത് വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും. നേരത്തെ ഫസ്റ്റ് സാരി ഞാൻ 1 ലെയറിൽ ഇട്ട് കാണിച്ചിരുന്നു. ഇത് ഡബിൾ ലെയറിലാണ് കേട്ടോ. റേറ്റ് വരുന്നത് 1855 ആണ്, 1855 ആണ്. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. ഒരു ഇതിന്റെ ഷെയ്ഡ് പറയാന്ന് പറഞ്ഞ ഒരു റെഡും പിങ്കും മിക്സ് ആയ പോലത്തെയോ അല്ലെങ്കിൽ പിങ്കോ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, സാരി നമ്പർ 3 ആണ് കേട്ടോ. ഇതേപോലെ വരിക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ്. ഇങ്ങനെയാ വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഓർണമെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഇതേപോലത്തെ ജോർജറ്റ് ബാട്ടിക് സാരീസ് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. നല്ലൊരു ഫീലാണ് ഉടുക്കുമ്പോൾ. നല്ല ഒഴുകി കിടക്കും. ആ ഞൊറിയൊക്കെ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാട്ടോ. കണ്ടോ,
ഇങ്ങനെ വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ റേറ്റും 1855 ആണ്. ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പൊ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. ഇതിന്റെ ബ്ലൗസ് എല്ലാത്തിന്റെയും പ്ലെയിൻ വിത്ത് ബോർഡർ ആട്ടോ ബ്ലൗസ് വരുന്നത്. ഇങ്ങനെ വരും. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഈ ഒരു പാറ്റേണില് ഇതാണ് ലാസ്റ്റ് കളറ്. ഇതൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത്. കണ്ടോ, നമ്പർ 4 ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോ ഇതേപോലെ ഉണ്ടാവും. പല്ലു ഇങ്ങനെയാ വരുന്നത്. കണ്ടോ, ഇനി ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാ വരുന്നത് കേട്ടോ. ഇങ്ങനെയാ വരും. ഉടുത്ത് വരുമ്പോ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഗ്രേപ്പ് ഷെയ്ഡ് ആണോ അതൊരു ബർഗണ്ടി ആണോ എന്ന് തോന്നുന്ന പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഒരു ഗ്രേപ്പ് ബർഗണ്ടി അങ്ങനത്തെ ഒരു കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നേക്കാളും ഉടുത്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഭംഗി ഉണ്ടാവുക. കണ്ടോ, ഇങ്ങനെയാ സാരി വരുന്നത്. റേറ്റ് വരുന്നത് 1855 ആണ്. ഇനി അടുത്ത പാറ്റേൺ കാണിക്കാം. അടുത്ത സാരി വരുന്നത് ഇതേപോലെ പ്യുവർ ജോർജറ്റില് പ്ലെയിൻ ബ്ലാക്ക് ബോഡി, ഇതേപോലത്തെ ബാട്ടിക് ബോർഡേഴ്സ് ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ആട്ടോ. നല്ല ഭംഗിയാണ്. ഇതേപോലത്തേക്ക് കിട്ടുമോ എന്നുള്ളത് എൻക്വയറി ചെയ്യാറുണ്ട്. കാരണം ആ ഒരു ജോർജറ്റിൽ വരുന്നോണ്ട്, അതും ബ്ലാക്കിൽ വരുന്നോണ്ട് സൂപ്പർ ആയിരിക്കും ഉടുത്ത് വരുമ്പോ. ഇതാ കണ്ടോ, ഇങ്ങനെയാ സാരി വരിക. ഇത് ഞാൻ 1 ലെയറിൽ ഇട്ടിട്ടാ കാണിച്ചുള്ളത്. പ്യുവർ ജോർജറ്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഉടുത്തു കഴിഞ്ഞാലും നല്ല രസമാണ്. കണ്ടോ, ഇതിന് ഇതേപോലെ ഒരു ഗ്രേപ്പ് പർപ്പിൾ പോലത്തെ ഷെയ്ഡാണ് ബോർഡേഴ്സിൽ വന്നിട്ടുള്ളത്. പല്ലു ദാ ഇതേപോലത്തെ ആ ഒരു ബോക്സ് ക്രാക്ക് ബാട്ടിക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഇനി ഇതിന്റെ ബ്ലൗസ് വരുന്നത്, ബ്ലൗസ് റണ്ണിങ് ആയി തന്നെയാണ്, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാ വരിക. ഇതേപോലെ കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാ വരിക. നല്ല രസമായിരിക്കും ഇത് വെയർ ചെയ്ത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കേട്ടോ. ഇതിന്റെ പ്രൈസ് റേഞ്ച് ഡിഫറൻസ് ആണ്. 1949 ആണ് റേറ്റ് വരുന്നത് കേട്ടോ. 1949 ആണ് റേറ്റ് വരുന്നത്. ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ്. വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇനി ഇതിന്റെ ഒരു 3 കളേഴ്സും കൂടെ വരുന്നുണ്ട്. അതായത് ഇതേപോലെ പ്ലെയിൻ ബോഡി, ബോർഡേഴ്സ് ഇതേപോലെ വരുന്നത്. ആ ബോർഡേഴ്സിന്റെ കളറിൽ ഡിഫറൻസ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ ജോർജറ്റിൽ വരുന്ന സാരീസ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് പല്ലു വരുന്നത്. സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും. റേറ്റ് വരുന്നത് 1949 ആണ് കേട്ടോ. അടുത്തത് സാരി നമ്പർ 6 ആണ്. ഇതേപോലെ വരുന്നത് കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഒരു പേപ്പർ ഉണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവും. കണ്ടോ, നമ്പർ 6 ആണ്. ബ്ലാക്ക് വിത്ത് ആ ഒരു യെല്ലോയിലാണ് ക്രാക്ക് ബാട്ടിക് വന്നിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം വളരെ ലിമിറ്റഡ് പീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവര് പെട്ടെന്ന് എൻക്വയറി ചെയ്യണം, പർച്ചേസ് ചെയ്യണം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാ സാരി വരുന്നത്. ഇതിപ്പോ ഞാൻ ഡബിൾ ലെയറിലാണ് ഇടുന്നത്. പ്ലെയിൻ ബ്ലാക്ക് ബോഡി, ബോർഡേഴ്സ് ഇതേപോലെ കേട്ടോ. 2 സൈഡിലും ഇങ്ങനെ വരിക. ഇനി ഇതിന്റെ പല്ലു വരുന്നത് ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് റണ്ണിങ് ഇതേപോലെ തന്നെ ബ്ലൗസ് വരിക. സ്ലീവ്സിൽ ഈ ഒരു ബോർഡർ ഒക്കെ വന്നിട്ട് അടിപൊളിയായിരിക്കും ഉടുത്ത് വരുമ്പോ. ഇതിന്റെ റേറ്റും സെയിം ആണ്. 1949 ആണ് കേട്ടോ. കണ്ടോ. അടുത്തത് സാരി നമ്പർ 7 ആണ് കേട്ടോ. ഇതൊരു ഗ്രീനിഷ് ബ്ലാക്ക് പോലെ തോന്നുന്നത്. ഡാർക്ക് ഗ്രീൻ ആൻഡ് ഒരു ബ്ലാക്ക് പോലത്തെ അങ്ങനത്തെ ഒരു കളറായിട്ടാ തോന്നുന്നത് കേട്ടോ. വീഡിയോയിൽ എങ്ങനെയാന്ന് അറിയില്ല. കണ്ടോ, നല്ല ഭംഗിയാണ്. ബോർഡേഴ്സിൽ ഇതേപോലെ വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോ ഇങ്ങനെയുണ്ടാവും. കണ്ടോ, എല്ലാ കളേഴ്സും ഒന്നിനൊന്നിന് ഭംഗിയാണ്. ബോർഡേഴ്സ് ഇതേപോലെ വരിക. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇനി ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആണ് കേട്ടോ. ഇതേപോലെ പ്ലെയിൻ ബോഡി വിത്ത് ബോർഡർ ആണ് വരുന്നത്. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. റേറ്റ് വരുന്നത് 1949 ആണ്. 1949 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 8 ആണ്. ഇത് ഒരു കോഫി ബ്രൗണിഷ് ബ്ലാക്ക് പോലെ തോന്നുന്നത്. അതായത് നമ്മൾ മുന്നേ കാണിച്ച ആ ഒരു ബ്ലാക്കുമായിട്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു ഡിഫറൻസ്. അപ്പൊ ഒരു കോഫി ഡാർക്ക്, അതായത് ഒരു ബ്ലാക്കിഷ് കോഫി ബ്രൗൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ പോലെ തോന്നും ചില പീസൊക്കെ കേട്ടോ.
ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ ഇതില് വരുന്നതൊക്കെ അങ്ങനെ തന്നെ നിങ്ങളോട് പറയാണ്. അതുകൊണ്ടാണ്. ചിലപ്പോൾ ബ്ലാക്ക് തന്നെ ആയിരിക്കും, എനിക്ക് ജസ്റ്റ് അങ്ങനെ തോന്നുന്നു. ഒരു കോഫി ബ്രൗണിഷ്, ബ്ലാക്കിഷ് കോഫി ബ്രൗൺ അങ്ങനെയൊക്കെ കേട്ടോ. ഇതേപോലെ ബോർഡേഴ്സ് വരുന്നത് നല്ല ഭംഗിയായിരിക്കും ഉടുത്ത് വരുമ്പോൾ. പല്ലു ഇങ്ങനെയാ വരുന്നത് കേട്ടോ. പല്ലു ഇങ്ങനെ വരും. ബ്ലൗസ് റണ്ണിങ് ആയി തന്നെയാണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇത് ഞാനിപ്പോ 3-4 മടക്കായിട്ടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ടും അതിന്റെ ഫോള് കണ്ടോ, നല്ല ഭംഗിയാണ്. വൺ ലെയറിൽ ഇടുമ്പോൾ സൂപ്പർബായിരിക്കും കേട്ടോ. അതിന്റെ ഒരു ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഭംഗി അറിയുക. പ്യുവർ ജോർജറ്റിൽ വരുന്ന സാരീസ് ആണ്. അപ്പൊ അതിന്റെ വാഷ് കെയർ ഒക്കെ അതേപോലെ തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുൾ ആയി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും ഓരോരുത്തരുടെ മൊബൈലിന്റെ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ്സും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് നേരിയ ഡിഫറൻസ് ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. മെറ്റീരിയൽ എന്താണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും മനസ്സിലാക്കി തന്നെ പർച്ചേസ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.